ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. KTET കാറ്റഗറി 3 സോഷ്യൽ സയൻസുകാർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ KTET എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ സോഴ്സും മെയിൻലി കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതിൽ SCERT പോയിൻറ്റ്സ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ എക്സാമിൽ കൂടുതലായിട്ടും ചോദിച്ചേക്കുന്നത്. അപ്പോൾ SCERT ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിച്ചു പോകാം. റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫസ്റ്റ് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് വാസ് ഹെൽഡ് അറ്റ് ഒറ്റപ്പാലം, വടകര, ആലുവ, തിരൂര്. ദി ഫസ്റ്റ് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് വാസ് ഹെൽഡ് അറ്റ്. ആൻസർ നമുക്കറിയാം ഒറ്റപ്പാലമാണ് അല്ലേ? ഒറ്റപ്പാലമാണ്. നമ്മുടെ SCERT ബുക്കിൽ വൃത്തിയെ തന്നിട്ട് ഇത് അങ്ങനെ തന്നെ തന്നിട്ട് നമുക്കൊന്നൊന്ന് വായിച്ചു പോകാം കേട്ടോ. ടുവേർഡ്സ് യുണൈറ്റഡ് കേരള, ഐക്യ കേരളത്തിലേക്ക് എന്ന ടോപ്പിക്കിലാണ് ഈ ഒരു സംഭവം വന്നത്. നമുക്ക് നോക്കാം. മലയാളീസ് വേർ ഡിവൈഡഡ് ഇൻ ടു 3 ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്പെൻസേഷൻസ് തോ ദേ സ്പോക്ക് ദ സെയിം ലാംഗ്വേജ്. അതായത് ഒരേ ഭാഷ സംസാരിച്ചിരുന്നുവെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണ മേഖലകളിലായിട്ട് ഭിന്നിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. ദ കോൺഗ്രസ് സെഷൻ ഹെൽഡ് അറ്റ് നാഗ്പൂർ ഇൻ 1920 ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റി ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് കേട്ടോ. നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഓക്കെ, എപ്പോഴാണ്? 1920 നാഗ്പൂരിൽ ചേർന്ന് കോൺഗ്രസ് സെഷനിലാണ് ഈ പറഞ്ഞ പോലെ എന്ന് ലിംഗ്വിസ്റ്റിക് ബേസിസ്, അതായത് എന്താണ് ഭാഷ അല്ല ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികളൊക്കെ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടേക്കിംഗ് ദിസ് into consideration the first Kerala state political conference was held at Ottapalam from 23rd to 26th April 1921. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് അല്ലേ? ഫസ്റ്റ് കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് എവിടെയാണ്? വാസ് ഹെൽഡ് അറ്റ് ഒറ്റപ്പാലം അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തൊരു മറ്റു കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കൊന്ന് പഠിച്ചു വെക്കണേ. അപ്പോൾ നോക്കാം. ബാരിസ്റ്റർ ടി പ്രകാശം നോൺ ആസ് ആന്ധ്ര കേസരി പ്രിസൈഡഡ് ഓവർ ദ കോൺഫറൻസ്. അപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ടി പ്രകാശം. ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ ഒരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലേറ്റർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെയിം ഇൻ ടു എക്സിസ്റ്റിംഗ് യുണൈറ്റിംഗ് ട്രാവൻകൂർ, കൊച്ചി ആൻഡ് മലബാർ റീജിയൻ. അതായത് അപ്പോൾ നമ്മൾ പറഞ്ഞ അധ്യക്ഷത വെച്ച കാര്യം പറഞ്ഞു. ഇതിന് ശേഷം തുടർന്ന് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കേട്ടോ. ട്രാവൻകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ഓക്കെ, ലേറ്റർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെയിം ഇൻ ടു എക്സിസ്റ്റൻറ്റ് യുണൈറ്റിംഗ് ഏതൊക്കെയാണ്? ട്രാവൻകൂർ, കൊച്ചി, മലബാർ റീജിയൻ. ഓക്കെ, തിരുവിതാംകൂറും കൊച്ചിയും മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ഇനി അടുത്ത് നോക്കൂ. ദ പയ്യന്നൂർ കോൺഗ്രസ് കോൺഫറൻസ് ചെയർഡ് ബൈ ജവഹർലാൽ നെഹ്റു considered a resolution demanding the reorganization of Kerala as a distinct state after the ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇതിൽ മെയിൻ പോയിന്റ്സ് ആണ് നോക്കുക. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് ഈ ഒരു പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഒരു റിസൊല്യൂഷൻ അവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇനി ദ യുണൈറ്റഡ് കേരള റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബോത്ത് ഇൻ ദി യുണൈറ്റഡ് കേരള കൺവെൻഷൻ ഹെൽഡ് അറ്റ് തൃശ്ശൂർ അണ്ടർ K. കേളപ്പൻ ഇൻ 1947 ആൻഡ് ഇൻ ദി യുണൈറ്റഡ് കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് ആലുവ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ നോക്കൂ, 1947 കേളപ്പൻ്റെ ആരെയാണ്? കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഈ പറഞ്ഞ പോലെ ഐക്യ കേരള കൺവെൻഷനിലും അതേപോലെ തന്നെ സ്വാതന്ത്ര്യശേഷം ആലുവയിൽ വെച്ച് ചേർന്ന് ഈ പറഞ്ഞ പോലെ ഐക്യ കേരള സമ്മേളനത്തിലും ഈ പറഞ്ഞ ഐക്യ കേരള പ്രമേയം പാസ്സാക്കിയുണ്ടായി. ഇത് യുണൈറ്റഡ് കേരള റെസൊല്യൂഷൻ പാസ് ചെയ്യുകയുണ്ടായി. എവിടേക്കാണ്? യുണൈറ്റഡ് കേരള കൺവെൻഷൻ ഹെൽഡ് അറ്റ് തൃശ്ശൂർ അണ്ടർ K. കേളപ്പൻ 1947. ദെൻ ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് യുണൈറ്റഡ് കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് ആലുവ. ഇവിടെ രണ്ടിലും ഈ പറഞ്ഞ യുണൈറ്റഡ് കേരള റെസൊല്യൂഷൻ പാസ് ചെയ്യുകയുണ്ടായി. കോൺസിക്വൻ്റ്ലി ദ സ്റ്റേറ്റ് ഓഫ് തിരുകൊച്ചി വാസ് ഫോംഡ് ഓൺ 1st July 1949 ബൈ ജോയിനിങ് ട്രാവൻകൂർ ആൻഡ് കൊച്ചി. അപ്പോൾ അതിന് അവസാനമാണ് കേട്ടോ അല്ലേ? ഇതേ തുടർന്നാണ് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നത്.
ഓക്കെ ആണല്ലോ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. EMS നമ്പൂതിരിപ്പാട് ഇൻ ഹിസ് ബുക്ക് 1.25 കോടി മലയാളികൾ. അപ്പോൾ ഈ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ് എന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ആരുടേതാണ്? EMS നമ്പൂതിരിപ്പാടാണ്. പഠിച്ചു വെച്ചേക്കാം, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്ലേസ് ദ ഐഡിയ ദാറ്റ് ദ കേരള സ്റ്റേറ്റ് വാസ് ടു ബി ഫോംഡ് കമ്പൈനിങ് ദ മലയാളം സ്പീക്കിംഗ് റീജിയൻസ്. അപ്പം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ബുക്കിൽ സൂചിപ്പിക്കുകയുണ്ടായി കേട്ടോ. Then the central government set up the state reorganization commissions as the protest demanding linguistic based states were on the high. The state of Kerala came into existence on November 1956, unifying Malabar, Kochi and Tiruvidampur as per the recommendation of the commission. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതായി പ്രക്ഷോഭങ്ങളൊക്കെ ശക്തമായ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി. ഈ ഒരു കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മലബാറും തിരുവിതാംകൂറും കൊച്ചി എന്നീ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത്. ഓക്കെ ആണല്ലോ. ഇത് നോക്കൂ, അഗസ്തീശ്വരം, തൂവാല, കൽക്കുളം ആൻഡ് വിളവങ്കോട് താലൂക്സ് അണ്ടർ ട്രാവൻകൂർ were merged with the Madras state. The taluks of കാസർഗോഡ് ആൻഡ് ഹോസ്ദൂർ in southern കർണാടക become part of Kerala. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാല, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദ്രാസ് സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തത്. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡും ഹോസ്ദുർഗ് താലൂക്കുകളൊക്കെ എന്ത് ചെയ്യുകയാണ്? കേരളത്തോട് കൂടി ചേർക്കപ്പെടുകയായിരുന്നു ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മദ്രാസ് സ്റ്റേറ്റിലോട്ട് മാറ്റിയ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ താലൂക്ക് ഓഫ് കാസർഗോഡും ഹോസ്ദുർഗും ആണ് സദേൺ കർണാടക ഒക്കെയാണ് ബിക്കം ദി പാർട്ട് ഓഫ് കേരളയുടെ ഭാഗമാവുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കിക്കോളൂ, ഇതിൽ നമുക്കറിയാം തിരുകൊച്ചി ഫോം ചെയ്തത് എന്നാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ബുക്ക് രചിച്ചത് ആരാണ്? അത് EMS നമ്പൂതിരിപ്പാട്. ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ യുണൈറ്റഡ് കേരള കൺവെൻഷൻ ഹെൽഡ് അറ്റ് തൃശ്ശൂർ ആരുടെ അണ്ടറിലായിരുന്നു? അതൊന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഏത് വർഷമാണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ തന്നെ നമുക്ക് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ. ദ സ്റ്റേറ്റ് ഓഫ് കേരള കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 1 November 1956, യൂണിഫൈങ് മലബാർ, കൊച്ചി ആൻഡ് തിരുവിതാംകൂർ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ആ ബാക്കി പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഹാരപ്പൻ സൈറ്റ് ഫ്രം വേർ ദ എവിഡൻസ് ഓഫ് പ്ലോട്ട് ലാൻഡ് വേർ ഫൗണ്ട്? ലോത്തൽ, ചാഹുന്താര, കാലിബംഗൻ, റംഗ്പൂർ. ദി ഹാരപ്പൻ സൈറ്റ് ഫ്രം വേർ ദ എവിഡൻസ് ഓഫ് പ്ലോട്ട് ലാൻഡ് വേർ ഫൗണ്ട്. ഇത് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, കാലിബംഗനിലാണ്. അപ്പോൾ ഇതും നമ്മുടെ SCERT ഫാക്റ്റാണ്. ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിയായി തന്നിട്ട് നോക്കൂ. ഇൻ കാലിബംഗൻ ഇൻ രാജസ്ഥാൻ ഫാമിംഗ് വാസ് ഡൺ ബൈ പ്ലവിങ് ദി ലാൻഡ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ നമുക്ക് കുറച്ച് കാര്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്കൊന്ന് പഠിക്കാം അല്ലേ? അപ്പോൾ നോക്കാം നമ്മുടെ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സുകൾ. ദ എക്സ്കവേഷൻ revealed that a civilization has existed in the valleys of river Indus and its tributaries. അപ്പോൾ നമുക്കറിയാം ഓരോരോ റിവർ വാലിയിലൊക്കെ ഉണ്ടാകും എക്സ്കവേഷൻസ്. അതായത് എക്സ്കവേഷൻസ് ഒക്കെ നടന്നതിന് സമയത്ത് ഇൻഡസ് വാലിയുടെ അല്ലെങ്കിൽ ഇൻഡസ് വാലിയിൽ അതിൻ്റെ ട്രിബ്യൂട്ടറീസിലൊക്കെ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ കണ്ടുപിടിക്കുകയുണ്ടായി അല്ലേ? ഹെൻസ് ദി സിവിലൈസേഷൻ കെയിം ടു ബി നോൺ ആസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദ ഫസ്റ്റ് എക്സ്കവേഷൻ വാസ് കണ്ടക്റ്റഡ് ഇൻ ഹാരപ്പ ഇൻ ദ പ്രസൻറ്റ് പാകിസ്ഥാൻ. ആദ്യത്തെ എക്സ്കവേഷൻ എവിടെയാണ് നടന്നത്? ഹാരപ്പയിലാണല്ലോ, ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ്. ഇറ്റ് വാസ് ലെഡ് ബൈ ദയാറാം സാഹ്നി. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹാരപ്പൻ ഫസ്റ്റ് എക്സ്കവേഷൻ നടന്നത് ലീഡ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, ദയാറാം സാഹ്നിയാണ് അല്ലേ?
Then since the first evidence for the Indus Valley civilization was obtained from Harappa. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഫസ്റ്റ് എവിഡൻസ് കിട്ടുന്നത് ഹാരപ്പയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിവിലൈസേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ദിസ് സിവിലൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഇറ്റ് വാസ് R.D. ബാനർജി ഹു ലെഡ് ദ എക്സ്കവേഷൻസ് ഇസ് മോഹൻജദാരോ ഇൻ ദി പ്രസൻറ്റ് പാകിസ്ഥാൻ. അപ്പോൾ മോഹൻജദാരോയിൽ എക്സ്കവേഷൻസ് എല്ലാം നടത്തിയത് ആരാണ്? R.D. ബാനർജി ആണ് അല്ലേ. ഫർദർ റിസർച്ചസ് ഓൺ ദിസ് സിവിലൈസേഷൻസ് ആർ ഗോയിങ് ഓൺ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഇൻഡസ് വാലി അല്ലെങ്കിൽ നമ്മുടെ ഈ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട റിസർച്ചസ് ഒക്കെ സ്റ്റിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ്. അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന ആ സിറ്റീസിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് പറയുന്നത്. But we have been seen that it was the hardness of the bricks they came across that amazed the laborers. അപ്പോൾ അവിടുത്തെ ലേബറേഴ്സിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയത് ഈ ബ്രിക്സ് സംഭവമാണ്, ബ്രിക്സിൻ്റെ യൂസേജ് ആയിരുന്നു അല്ലേ. ദ കീ ഫീച്ചർ ഓഫ് ദ ഹാരപ്പൻ സിറ്റീസ് വാസ് ദി യൂസ് ഓഫ് ഹാർഡ് ബേൺഡ് ബ്രിക്സ്. അപ്പോൾ ചുട്ടെടുത്ത ഇഷ്ടികയായിരുന്നു മെയിനായിട്ട് അവിടെ വരുന്ന കീ ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിറ്റീസ് എന്ന് പറയുന്നത്. ആൾ ബിൽഡിങ്സ് വെർ ബിൽറ്റ് ഓഫ് ബേൺഡ് ബ്രിക്സ്. അപ്പോൾ എല്ലാ ബിൽഡിങ്സും എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ബേൺഡ് ബ്രിക്സ് വെച്ചിട്ടാണ്. ദ സിറ്റീസ് ഹാരപ്പ, മോഹൻജദാർ, ലോത്തൽ ആർ ഹാഡ് ടു പാർട്സ്. ഈ പറഞ്ഞ ഈ സിറ്റികളിൽ, അതായത് ഹാരപ്പീന്, മോഹൻജദാർ, ലോത്തലിൻ്റെ സിറ്റീസിനൊക്കെ രണ്ട് ഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗം എന്നിപ്പോൾ ദ പാർട്ട് ഓഫ് ദ സിറ്റി ടു ദ വെസ്റ്റ് വാസ് ഹയർ. അപ്പോൾ ഈ വെസ്റ്റ് സൈഡായിരുന്നു കൂടുതൽ വരുന്നത്. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പോൾ വെസ്റ്റ് ഭാഗം യൂസ് ചെയ്തത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ദ റൂൺസ് എ ബിഗ് ബിൽഡിംഗ് പ്രൊബബ്ലി ആൻ അസംബ്ലി ഹാൾ വേർ ഡിസ്കവർഡ് ഹിയർ. അപ്പോൾ ഇവിടെ ഒരു അസംബ്ലി ഹാൾസും അതുപോലെ തന്നെ ബിഗ് ബിൽഡിങ്സ് എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ദ പാർട്ട് ഓഫ് ദ സിറ്റി ടു ദ ഈസ്റ്റ് വാസ് ലോവർ ആൻഡ് വാസ് ഇൻഹാബിറ്റഡ് ബൈ ദി കോമൺ പീപ്പിൾ. അപ്പോൾ ലോവർ സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോമൺ പീപ്പിൾ വെസ്റ്റതായിട്ടാണ് കാണപ്പെടുന്നത്. ദ റൂൾസ് ഓഫ് മെനി ബിൽഡിങ്സ് ദാറ്റ് മൈറ്റ് ഹാവ് ബീൻ ഹൗസസ് ആർ അൺഎർത്തഡ്. അപ്പോൾ ഒരു വീടുകളാണ് കൂടുതലും ഈസ്റ്റ് സൈഡ് കാണപ്പെട്ടിരുന്നത്. അതെല്ലാം കണ്ടെത്തി ഒരു ഹൗസസ് ആയിട്ടാണ് കണ്ടെത്തിയിട്ടിരുന്നത്. ബിൽഡിങ്സും ഹൗസസും ആയിട്ടാണ് കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ജസ്റ്റ് രണ്ട് പാർട്സ് തുടങ്ങാൻ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഇതിൽ. അപ്പോൾ നോക്കൂ, ഹൗസസ് വെർ ബിൽറ്റ് അലോങ് ബോത്ത് സൈഡ്സ് ഓഫ് പ്ലാൻഡ് സ്ട്രീറ്റ്സ്. അപ്പോൾ ഒരു വെൽ പ്ലാൻഡ് സ്ട്രീറ്റ്സ് ഉണ്ടായിരുന്നു. ആ സ്ട്രീറ്റ്സിൻ്റെ അപ്പുറം ഇപ്പുറത്തൊക്കെ ആയിട്ടാണ് വീടുകളൊക്കെ നിർമ്മിച്ചിരുന്നത്. ദേ വേർ ഓഫ് വേരിങ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ സ്ട്രക്ചേഴ്സിലൊക്കെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിലായിട്ട് വീടൊക്കെ ഉണ്ടാക്കിയിരുന്നത്. സം ഹൗസസ് ഹാഡ് ഓൺലി ഓൺ റൂം വേറസ് അതർ ഹാഡ് മെനി റൂംസ്, എ കോർട്ട്യാർഡ് ആൻഡ് എ വെൽ. അപ്പോൾ ചിലത് ഒറ്റ മുറിയുള്ളതും അതുപോലെ തന്നെ കുറേ റൂംസ് ഉള്ളതും മുറ്റവും മറ്റതുപോലെ തന്നെ കുറച്ച് നല്ല എന്താ പറയുക കിണറും ഒക്കെ ഉള്ളതായിട്ടുള്ള സെറ്റപ്പിലുള്ള വീടൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എവറി ഹൗസ് ഹാസ് എ ടോയ്ലറ്റ് കേട്ടോ. അവിടെ നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി അല്ലേ, ടോയ്ലറ്റൊക്കെ ഉള്ള സംഭവമായിരുന്നു വീടുകളിൽ. ദ ഡ്രൈനേജ് സിസ്റ്റം വാസ് അനദർ ഫീച്ചർ ഓഫ് ദീസ് സിറ്റീസ്. അപ്പോൾ ഈ ഒരു സിറ്റീസിൻ്റെ മറ്റു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡ്രൈനേജ് സിസ്റ്റമാണ്. ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ ഹൗസസ് വാസ് ലെറ്റ് ഔട്ട് ഇൻ ടു ദ ഡ്രൈൻസ്. വേസ്റ്റ് വാട്ടർ ഡ്രൈൻസിൽ പോകുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ദീസ് ഡ്രൈൻസ് വേർ കണക്റ്റഡ് ടു ദി മെയിൻ ഡ്രൈൻ ഓഫ് ദ സ്ട്രീറ്റ്. അപ്പോൾ ഇങ്ങനെ ഹൗസസിൽ ഉണ്ടാകുന്ന ഡ്രൈൻസ് എല്ലാം മെയിനായിട്ട് ഒരു സ്ട്രീറ്റിൽ അതെല്ലാം കളക്ട് ചെയ്യുന്ന രീതിയിലാണ്. ദാറ്റ് മീൻസ് അത്രയും സിസ്റ്റമാറ്റിക് ആയത് ഡ്രൈൻസ് വേസ്റ്റേജ് സിസ്റ്റം എല്ലാം പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ദ ഡ്രൈൻസ് വർ ബിൽറ്റ് ഓഫ് ബേർഡ് ബ്രിക്സ് ആൻഡ് കവേർഡ് വിത്ത് സ്റ്റോൺ സ്ലാബ്സ്. അപ്പോൾ സ്ലാബ്സ് ഒക്കെ ഇട്ട് നല്ല ബേൺ ബ്രിക്സ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഫക്റ്റീവ് ഡ്രൈനേജ് സിസ്റ്റം എക്സിസ്റ്റഡ് ഈവൻ ഇൻ സ്മോൾ ടൗൺസ് ആൻഡ് വില്ലേജസ്. അപ്പോൾ ഇഫക്റ്റീവ് ആയിട്ടൊരു ഡ്രൈനേജ് സിസ്റ്റം ഈവൻ ചെറിയ ടൗൺസിലും വില്ലേജിലും എല്ലാം തന്നെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു PYQ ആണ്. ഇൻ മോഹൻജദാരോ എ ഗ്രേറ്റ് ടാങ്ക് അല്ലെങ്കിൽ കോൾഡ് ദി ഗ്രേറ്റ് ബാത്ത് വാസ് ഡിസ്കവേർഡ്. അപ്പോൾ ഗ്രേറ്റ് ബാത്ത് ഡിസ്കവേർഡ് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചിട്ട് മോഹൻജദാരോയിലാണ് കേട്ടോ. ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ ദ ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് പീരീഡിൽ. ആ സമയത്തെ ആൾക്കാരുടെ ആർക്കിടെക്ചർ സ്കില്ലാണ് ഇവിടെ കാണുന്നത്. ഇറ്റ് വാസ് ബിറ്റ് എൻറ്റയർലി വിത്ത് ബേൺഡ് ബ്രിക്സ്. ഇതും ബേൺഡ് ബ്രിക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം മോഹൻജദാരോ, ഗ്രേറ്റ് ബാത്ത് അല്ലേ, ഈ രണ്ട് പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ അവിടുത്തെ ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. ഗ്രാനറീസ് വർ സിഗ്നിഫിക്കൻറ്റ് എമംഗ് ദ റൂൺസ് ഡിസ്കവേർഡ് ഫ്രം ഹാരപ്പ. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ എക്സ്കവേഷൻസിലൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ നല്ല രീതിയിലുള്ള ഗ്രാനറീസ് എല്ലാം നിലനിന്നിരുന്നു. ദേ വർ ബിഗ് ബിൽഡിങ്സ് വിത്ത് ഫെസിലിറ്റി ടു ഡ്രൈ ആൻഡ് സ്റ്റോർ ഗ്രെയിൻസ്. അപ്പോൾ വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. അവിടെ സാധനങ്ങൾ ഡ്രൈ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ള തരം അത്രയ്ക്കും നല്ല വലിയ വലിയ ബിൽഡിങ്സ് എല്ലാം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ റിമെയിൻസ് ഓഫ് വീറ്റ്, ബാർലി, മില്ലറ്റ്സ്, സിസേം, പൾസസ് എക്സെട്ര ഹാവ് ബീൻ ഫൗണ്ട് ദെയർ. അപ്പോൾ അവിടെ ഈ വീറ്റിൻ്റെയും ബാർലിയുടെയും മില്ലറ്റ്സിൻ്റെയും സിസേമിൻ്റെയും എല്ലാം പൾസസിൻ്റെയും എല്ലാം തന്നെ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? റിമൈൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ ഹാവ് ബീൻ അൺകവേർഡ് ഫ്രം ദി റാങ്പൂർ ആൻഡ് ലോത്തൽ ഇൻ ഗുജറാത്ത്. അപ്പോൾ എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ എവിടെയാണ്? റാങ്പൂരിലും ആൻഡ് ലോത്തൽ ഇൻ ഗുജറാത്തിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടൺ വാസ് ഓൾസോ കൾട്ടിവേറ്റഡ്. ദ അൺബോൺ ഫ്ലോക്ക് ഡിപ്പെൻഡഡ് ഓൺ ദ വില്ലേജസ് ഫോർ ഫുഡ് ആൻഡ് work. Then the villages were the major market for the urban products. അപ്പോൾ ഈ പ്രോഡക്ട്സ് എല്ലാം വിൽക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റായി കണക്കാക്കുന്ന വില്ലേജസ് ആയിരുന്നു കേട്ടോ. അത്ര ഓർത്താൽ മതി ഇവിടെ. പിന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്ന ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഞാൻ ഇത് ആദ്യം മുതൽ ആ ഒരു സെഷൻ എവിടെ നിന്ന് തുടങ്ങുന്നത് അത് മുതലാണ് കേട്ടോ പറയുന്നത്.
അപ്പോൾ നമ്മൾ ഒരു സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് അവിടേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അതൊരു ഫ്ലോ കിട്ടാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അഗ്രികൾച്ചർ ഫീൽഡ്സ് ഇൻ ദ വില്ലേജസ് വർ ഫെർട്ടൈൽ. അപ്പോൾ അവിടുത്തെ വില്ലേജസ് എല്ലാം എന്താ അഗ്രികൾച്ചർ ഫീൽഡ്സ് എല്ലാം തന്നെ ഫെർട്ടൈൽ ആയിട്ടുള്ളതായിരുന്നു. ഇൻ ദ അലുവിയൽ സോയിൽ, ഇറ്റ് ഈസ് ദ അലുവിയൽ സോയിൽ ഡെപ്പോസിറ്റഡ് ബൈ ദ റിവർ ഇൻഡസ് ദാറ്റ് മെയ്ഡ് ദം ഫെർട്ടൈൽ. അപ്പോൾ ഈ ഫെർട്ടൈൽ ആവാൻ കാരണം എന്താണ്? നമ്മുടെ റിവർ ഇൻഡസിൽ ഡെപ്പോസിറ്റ് ആവുന്ന അലുവിയൽ സോയിലിൻ്റെ പ്രസൻസ് ആണ് വില്ലേജ് ഫീൽഡ് ലാൻഡ്സ് എല്ലാം ഫെർട്ടൈൽ ആവാൻ കാരണം. ഇൻ കാലിബംഗൻ ഇൻ രാജസ്ഥാൻ ഫാമിംഗ് വാസ് ഡൺ ബൈ പ്ലവിങ് ദ ലാൻഡ്. അപ്പോൾ കാലിബംഗൻ രാജസ്ഥാനിലാണ് പ്ലവിങ് ദ ലാൻഡ്. നമ്മൾ ഒരു ക്ലേ പ്ലോ ഒക്കെ നമ്മുടെ എക്സാമ്പിളായിട്ട് നമ്മുടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലിബംഗനിലാണ് എന്നുള്ള കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് അല്ലേ. ദ ഫിഗേഴ്സ് ഓഫ് ഫ്ലവർ മേഡപ്പ് ഓഫ് ക്ലേ വർ ഡിസ്കവർഡ് ഫ്രം ഹിയർ. കനാൽസ് വെർ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ. അപ്പോൾ ഇറിഗേഷന് വേണ്ടി കനാൽസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാകുന്നു. ഇൻ അഡീഷൻ ടു അഗ്രികൾച്ചർ കൂടാതെ അനിമൽ ഹസ്ബൻഡറി ആൾസോ എക്സിസ്റ്റഡ്. ദെൻ പ്ലെൻറ്റി ഓഫ് ആനിമൽ ബോൺസ് ഹാവ് ബീൻ അൺഎർത്ത് ഫ്രം ഹിയർ. അപ്പോൾ അനിമൽ ബോൺസ് എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ദ ഫിഗേഴ്സ് ഓഫ് റൈനോസേഴ്സ് ആൻഡ് എലിഫൻറ്റ്സ് മെയ്ഡ് ഓഫ് ദ ക്ലേ ഹാവ് ബീൻ ഓൾസോ ഫൈൻഡ്. ദ റിയർഡ് ഓക്സ്, ഗോട്ട്, പിഗ് ആൻഡ് ഷീപ്പ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഓക്സിൻ്റെയും ഗോട്ടിൻ്റെയും പിഗിൻ്റെയും അതുപോലെ തന്നെ അത് റൈനോസറിൻ്റെ എലിഫൻസിൻ്റെയും എല്ലാം തന്നെ ക്ലെയിമിലുള്ള സംഭവങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ദ സർപ്ലസ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് വർ സ്റ്റോർഡ് ഇൻ ദ ഗ്രാനറി. അപ്പോൾ നമുക്ക് കൂടുതലുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എല്ലാം അവർ ഗ്രാനറി സ്റ്റോർ ചെയ്ത് വെക്കുകയായിരുന്നു. ദ ഗ്രെയിൻസ് കളക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് റവന്യൂ വർ ഓൾസോ കെപ്റ്റ് ദെയർ. അപ്പോൾ നമ്മുടെ ഒരു റവന്യൂയുടെ ഭാഗമായിട്ട് കളക്ട് ചെയ്യപ്പെടുന്ന ഗ്രെയിൻസും ഇവിടെ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഗ്രെയിൻസ് ദ സ്റ്റോർഡ് വെർ മെയ്ഡ് അവൈലബിൾ ടു ദ പബ്ലിക്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത ഗ്രെയിൻസ് എല്ലാം എന്താണ് പബ്ലിക്കും അവൈലബിൾ ആവുന്ന രീതിയിലായിരുന്നു. സച്ച് ഗ്രാനറീസ് ആർ ദ എവിഡൻസ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു ഗ്രാനറീസ് ഒക്കെ എന്താണ് കാണിക്കുന്നത്? നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നിലനിന്നിരുന്നു എന്നതിനുള്ള തെളിവുകളാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സുകൾ. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് അതുകൊണ്ട് കാര്യം വന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നതുകൊണ്ട് കണക്ട് ചെയ്ത് പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ നോക്കി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന സംഭവങ്ങളാണ്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഉള്ളതുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഹരപ്പ എവിടെയാണ്? ഹരപ്പൻ പാകിസ്ഥാനിലാണ്. മോഹൻജദാരോ പാകിസ്ഥാൻ. സുഡ്കാജന്തോർ പാകിസ്ഥാൻ. അലങ്കിപ്പൂർ ഇന്ത്യയിലാണ്. ബനാവാലി ഇന്ത്യ. കാലിബംഗൻ ഇന്ത്യ. ലോഥൽ ഇന്ത്യ. ധോളാവീര എവിടെയാണ്? ഇന്ത്യ. റംഗ്പൂർ എവിടെയാണ്? ഇന്ത്യയിലാണ്. ഷോട്ടുഗൈ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. 2നും 3നും ഒക്കെ ഇങ്ങനെ ഏതെങ്കിലും ചോദിച്ചിട്ട് എവിടെയാണെന്നൊക്കെ രീതിക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ഫാക്ട്സ് ഇത്ര മതിയല്ലോ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹൂ സർട്ടിഫൈസ് എ ബിൽ ആസ് എ മണി ബിൽ? ഒരു ബില്ലിന് മണി ബിൽ എന്ന രീതിയിൽ സർട്ടിഫൈ ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, സ്പീക്കർ, ഗവർണർ. ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സ്പീക്കറാണ് അല്ലേ. അതും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ഫാക്ട് തന്നെയാണ് മണി ബില്ലിനെ കുറിച്ച്. അപ്പോൾ എനി ബിൽ റിലേറ്റിംഗ് ടു ദി കളക്ഷൻ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ക്യാൻ ബി ടേംഡ് ആസ് മണി ബിൽ. ഒരു കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും അതിൻ്റെ റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കണക്ക് അല്ലെങ്കിൽ എനി ബിൽ റിലേറ്റിംഗ് ടു ദി കളക്ഷൻ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ കൺസോളിഡേറ്റഡ് ഒരു ഫണ്ടിൽ നിന്നും ബിൽ നമ്മുടെ കളക്ഷൻ ഓഫ് റവന്യൂ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ബില്ലുമായി കണക്ട് ചെയ്ത് വരുന്ന എല്ലാം തന്നെ നമ്മൾ മണി ബില്ലിൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തുക അല്ലേ. എനി ബിൽ റിലേറ്റിംഗ് ടു ദി കളക്ഷൻ ഓഫ് റവന്യൂ അല്ലെങ്കിൽ ഓർ എക്സ്പെൻഡിച്ചർ ഫ്രം എ കൺസോളിഡേറ്റഡ് ഫണ്ട് ക്യാൻ ബി ടേംഡ് ആസ് മണി ബിൽ എന്ന് പറയും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്? എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദി ലോക്സഭ. നമ്മുടെ മണി ബിൽ എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ലോക്സഭയിലാണ് അല്ലേ. ആഫ്റ്റർ ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ദ ലോക്സഭയിൽ പാസ് ചെയ്ത ശേഷം ഇറ്റ് ഈസ് സെൻഡ് ടു ദി രാജ്യസഭ വിത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദി സ്പീക്കർ ദാറ്റ് ദ ബിൽ ഈസ് എ മണി ബിൽ. അപ്പോൾ ലോക്സഭയിൽ ശേഷമാണ് രാജ്യസഭയിലോട്ട് എത്തുന്നത്. അവിടെ ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്? മണി ബില്ല്. ഒരു ബില്ല് മണി ബില്ലാവുന്നത് നമ്മുടെ സ്പീക്കർ സർട്ടിഫൈ ചെയ്ത ശേഷമാണ് അത് എന്താവുന്നത്? മണി ബില്ലാവുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചൊരു പോയിന്റ്. ഓക്കെ. ദ രാജ്യസഭ മസ്റ്റ് റിട്ടേൺ ദ മണി ബിൽ അലോങ് വിത്ത് ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് ടു ദ ലോക്സഭ വിത്തിൻ എ പീരീഡ് ഓഫ് 14 days. അപ്പോൾ നമ്മുടെ ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് അയക്കുന്ന സമയത്ത് അത് ഒരു നമ്മളിപ്പോൾ സ്പീക്കർ സർട്ടിഫൈ ചെയ്യുന്നുണ്ട് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അത് ശേഷം അത് നമ്മുടെ ലോക്സഭ എന്ത് ചെയ്യുന്നു? രാജ്യസഭ മസ്റ്റ് റിട്ടേൺ ദ മണി ബിൽ. രാജ്യസഭ എന്ത് ചെയ്യണം? മണി ബിൽ റിട്ടേൺ ചെയ്യണം അലോങ് വിത്ത് ഇറ്റ്സ് റെക്കമെൻഡേഷൻ ടു ദ ലോക്സഭ വിത്തിൻ എ പീരീഡ് ഓഫ് 14 days. 14 ദിവസത്തിനകം അവർ റെക്കമെൻഡേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എഗെയിൻ ഈ ഒരു ബില്ല് എവിടെ എത്തണം? ലോക്സഭയിലേക്ക് അവർ തിരിച്ചു വരണം, ലോക്സഭയിലേക്ക് എത്തിക്കണം, റിട്ടേൺ ചെയ്യണം. ദ ലോക്സഭ ക്യാൻ അക്സെപ്റ്റ് ഓർ റിജക്ട് റെക്കമെൻഡേഷൻ ഓഫ് ദ രാജ്യസഭ. അപ്പോൾ ഇവിടെ
ഈ ഒരു രാജ്യസഭയെ നമുക്ക് പറഞ്ഞു റെക്കമെൻഡേഷൻസ് എല്ലാം വെക്കാം. പക്ഷേ ആ ഒരു റെക്കമെൻഡേഷൻ മേ ബി അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ലോക്സഭയ്ക്കുണ്ട്. ലോക്സഭ ക്യാൻ അക്സെപ്റ്റ് ഓർ റിജക്റ്റ് റെക്കമെൻഡേഷൻ ഓഫ് ദി രാജ്യസഭ. ഓക്കെ ആണല്ലോ, എത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഹു സർട്ടിഫൈസ് എ ബിൽ ആസ് എ മണിബിൾ സ്പീക്കർ, മാർക്കില്ലല്ലോ അല്ലേ. ഇനി അടുത്തത്, ദ പഞ്ചശീൽ എഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ബൈ. പഞ്ചശീൽ എഗ്രിമെൻറ്റ് ആര് തമ്മിലായിരുന്നു? ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഇന്ത്യ ആൻഡ് നേപ്പാൾ, ഇന്ത്യ ആൻഡ് ചൈന, ഇന്ത്യ ആൻഡ് റഷ്യ. പഞ്ചശീൽ എഗ്രിമെൻറ്റ് ഇന്ത്യ ആൻഡ് ചൈനയാണ് അല്ലേ, ഇന്ത്യ ആൻഡ് ചൈനയാണ്. ഇതും SCERT ഫാക്ട് തന്നെയാണ്. ഫോറിൻ പോളിസി എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ചൊക്കെ പറയുന്നുണ്ട്. അവർ ഒബ്ജക്റ്റീവ് ഈസ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എൻഷുറിങ് ഫ്രീഡം ആൻഡ് വെൽഫെയർ ഫോർ all people in the world and I remind the world that we are not to create problems for anyone. അപ്പോൾ ജവഹർലാൽ നെഹ്റു സ്പീച്ചിൽ പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസ് ആണ്. അത് രാജ്യങ്ങൾ തമ്മിൽ നല്ലൊരു കോ എക്സിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഐ റിമൈൻഡ് ദ വേൾഡ് ദാറ്റ് വി ആർ നോട്ട് ടു ക്രിയേറ്റ് പ്രോബ്ലംസ് ഫോർ എനിവൺ. ആർക്കും ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അല്ല, അങ്ങനെ ചെയ്തെന്ന രീതിയിൽ. ദാറ്റ് മീൻസ് അത്രയ്ക്കും നല്ലൊരു പീസ്ഫുൾ ആയിട്ട് നല്ലൊരു എക്സിസ്റ്റൻസ് മറ്റു രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവണമെന്നാണ് ജവഹർലാൽ നെഹ്റു സ്പീച്ചിലായിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മെയിൻ പോയിന്റ്സിലോട്ട് പോവാം. ദ വേർഡ്സ് ഓഫ് ജവഹർലാൽ നെഹ്റു റിഫ്ലക്ട് ഇന്ത്യാസ് അപ്രോച്ച് ടു അതർ നേഷൻസ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇന്ത്യയുടെ ആ നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കോപ്പറേറ്റീവുള്ള അപ്രോച്ചാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഫ്രീ ഇന്ത്യ അഡോപ്റ്റ് ദ ഫോറിൻ പോളിസി ഫ്രെയിംഡ് ബൈ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡ്യൂറിംഗ് ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ടൈമിലാണ് ഈ പറഞ്ഞ പോലെ ഈ ഫോറിൻ പോളിസീസ് എല്ലാം ഫ്രെയിം ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു. ഇത് ചീഫ് ആർക്കിടെക്ട് ഓഫ് ദി ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ, പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഹു ഈസ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ദി ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നെഹ്റുവിൻ്റെ സ്പീച്ചും ഒക്കെ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. റെസിസ്റ്റൻസ് ടു കൊളോണിസം ആൻഡ് ഇമ്പീരിയലിസം ഇതിനൊക്കെ എതിരാണ്. ദെൻ ഹോസ്റ്റിലിറ്റി ടു റേസിസം, ദെൻ ട്രസ്റ്റ് ഇൻ ദി യൂണിയൻ ട്രസ്റ്റ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, ദെൻ പഞ്ചശീല പ്രിൻസിപ്പിൾസ്, എംഫസിസ് ഓൺ ദി നെസസിറ്റി ഓഫ് ഫോറിൻ അസിസ്റ്റൻസ്, പോളിസി ഓഫ് നോൺ അലൈൻമെൻറ്റ്. ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചശീല പ്രിൻസിപ്പിൾ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പഞ്ചശീല പ്രിൻസിപ്പിളാണ്. അപ്പോൾ എന്താണ് പഞ്ചശീല പ്രിൻസിപ്പിൾസ് നോക്കാം, പഞ്ചശീല തത്വങ്ങൾ എന്താണെന്ന് നോക്കാം. അത് എഗ്രിമെൻറ്റ് സൈൻഡ് ബൈ ഇന്ത്യ ആൻഡ് ചൈന ഇൻ 1954. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിരുന്ന എഗ്രിമെൻ്റ് ആണ് അല്ലേ പഞ്ചശീല പ്രിൻസിപ്പിൾ. എപ്പോഴാണ്? 1954. ഇതിൽ ഒപ്പുവെച്ചത് ആരാണ്? ദിസ് എഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ബൈ ജവഹർലാൽ നെഹ്റു ആൻഡ് ചൗ ഇൻ ലായ്, ദ ദെൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ചൈന. ആ സമയത്തെ PM ആയിരുന്ന ചൈനൻ PM ആയിരുന്ന ചൗ ഇൻ ലായും അതുപോലെ തന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവും തമ്മിലാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈവൻ ദോ പഞ്ചശീൽ എഗ്രിമെൻറ്റ് വാസ് സൈൻഡ് വിത്ത് ചൈന, ഇന്ത്യസ് അപ്രോച്ച് ടു ഓൾ അതർ നേഷൻസ് വെർ ഓൾസോ ബേസ്ഡ് ഓൺ ദീസ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉടമ്പടി ആണെങ്കിലും ഇപ്പോഴും ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഈ പഞ്ചശീല പ്രിൻസിപ്പിൾസ് പറയുന്ന കാര്യങ്ങളാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത്. ഇന്ത്യസ് അപ്രോച്ച് ടു ഓൾ അതർ നേഷൻസ് വെയർ ബേസ്ഡ് ഓൺ ദീസ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ഒരു 5 ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി, മ്യൂച്വൽ നോൺ എഗ്രിഗേഷൻ, മ്യൂച്വൽ നോൺ ഇൻ്റർഫെറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇൻറ്റേർണൽ അഫയേഴ്സ്, ഇക്വാലിറ്റി ആൻഡ് കോർപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. അപ്പോൾ ഓരോരോ രാജ്യത്തിൻ്റെയും ഇൻറ്റേർണൽ അഫയേഴ്സിൽ മറ്റുള്ള ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ ഇക്വാലിറ്റി ആൻഡ് കോർപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റുമായി ബന്ധപ്പെട്ട് ആ ഒരു രീതിക്കും ഇക്വാലിറ്റി കോർപ്പറേഷനൊക്കെ എക്സിസ്റ്റ് ചെയ്യാം, പീസ്ഫുൾ ആയിട്ടുള്ള കോ എക്സിസ്റ്റൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന് മെയിൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൽ നിന്നാണ് അല്ലേ. പഞ്ചശീല പ്രിൻസിപ്പിൾസ് സൈൻ ചെയ്തത് ആരാണ്, ആരൊക്കെ തമ്മിലാണ്, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്, ഇന്ത്യയും ചൈനയും തമ്മിലാണ്, എപ്പോഴാണ്, ഇത്ര ഓർത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതൽ ഇത്ര ഡീപ്പായിട്ട് പോയിട്ട് എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കോട്ടെ. എങ്ങാനും കഷ്ടകാലത്തിന് എക്സാമിന് ചോദിച്ചാൽ ഈ പോയിന്റിൽ പെടാത്തത് എന്നൊക്കെ ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മ്യൂച്വൽ നല്ലൊരു രീതിക്ക് മുന്നോട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ. നെയിം ദ ഫൗണ്ടർ ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ ഫൗണ്ടർ ലാല ഹർദയാൽ സുഖ്ദേവ്, ലാല ലജ്പത് റായ്, ദെൻ സൂര്യ സെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ ഫൗണ്ടർ ആരാണ്?
ആരാണ്? സൂര്യ സെൻ ആണ്. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് തന്ന കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ ബാക്കി റിലേറ്റ് ചെയ്ത് ഒരു ഗദ്ദാർ പാർട്ടിയുടെ മനുഷ്യരൻ സമിതി, അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നുകൂടി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഗദ്ദാർ പാർട്ടി ലാല ഹർദേവ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അഭിനവ് ഭാരത് സൊസൈറ്റിയുടെയും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കൂടെ തന്നെ അനുശീലൻ സമിതിയും കൂടെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സൂര്യ സെൻ ആണ്. അപ്പോൾ നമുക്ക് KTET എനിക്ക് ഏകദേശം തോന്നുന്നു മാക്സിമം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ചെയ്യാൻ മിക്കവാറും ഒരു 80% ഒക്കെ നല്ലോണം ഡീപ്പായിട്ടാണെങ്കിൽ പോലും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ, പക്ഷേ SCERT കണ്ടൻറ്റ് കൂടുതലും കാണാറുണ്ട്. 8, 9, 10 SCERT ടെക്സ്റ്റ് ബുക്കുകൾ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ടെൻഷൻ ഒരിക്കലും കാര്യം. പിന്നെ നമുക്കറിയാം നമ്മൾ PSCയിലൊക്കെ നിങ്ങൾ ഒത്തിരി എക്സാംസ് ഒക്കെ എഴുതുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസ് മിക്കവാറും അത്യാവശ്യം എല്ലാവർക്കും ഒരുവിധമൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഇനി നമുക്കിനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ലീഡർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 അറ്റ് കാൺപൂർ. ബ്രിജേഷ് ഖദർ, ബഹദൂർ ഷാ ടു, നാനാ സാഹിബ്, മംഗൾ പാണ്ഡെ. റിവോൾട്ട് ഓഫ് 1857 അറ്റ് കാൺപൂർ. ഇപ്പോൾ ഈ റിവോൾട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ആരാണ് ഇത്? കാൺപൂരിലെ ലീഡർ ആരായിരുന്നു? നാനാ സാഹിബ് ആണല്ലേ. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ബോക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നേക്കുന്നത്. അപ്പോൾ ഓരോരോ പ്രാവശ്യം ചോദിക്കും ബഹദൂർ ഷാ ടു അല്ലെങ്കിൽ ഡൽഹിയുടെ ലീഡർ ഏത്, അങ്ങനെ രീതിയിൽ നമുക്ക് എപ്പോഴും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ലീഡർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 അറ്റ് കാൺപൂരും ചോദിച്ചതിന് പകരം ഫൈസാബാദ് ചോദിച്ചിട്ടുണ്ട്, ലക്നൗ ചോദിച്ചിട്ടുണ്ട്, ഝാൻസി, ഡൽഹി പറഞ്ഞ എല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഡൽഹി ബഹദൂർ ഷാ ടു ആണ്, ഝാൻസി റാണി ലക്ഷ്മി ബായ് ആണല്ലോ. ഝാൻസിയിൽ ഇത് ലക്നൗവിലാണ് ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പിയാണ്, ഫൈസാബാദ് മൗലാവി അഹമ്മദുള്ളയാണ്. ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു 5 കാര്യം കൂടെ കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയല്ലോ? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എക്കണോമിക്സും മറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ SCERT ബേസ്ഡൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കുക കേട്ടോ. അറിയാത്തവരുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്നത് മറക്കരുത്. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു.